ഹലോ മക്കളെ, SSLC കണക്ക് പരീക്ഷയ്ക്ക് പടം വരച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതെങ്ങനെയാണെന്നല്ല ചോദിച്ചത്, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ട്രിഗണോമെട്രി എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഈ ലോകത്തല്ലെന്നല്ല നമ്മുടെ കേരള SSLCക്ക് അതില്ല അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ട്രിഗണോമെട്രിക്കകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ ഈ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും വെച്ചിട്ടൊക്കെ ഒരു പടം വരച്ചിട്ട് കണക്ക് ചെയ്യുന്ന ഒരു കണക്ക് അല്ലേ. ആ കണക്കിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത് എവിടെയാണെന്നറിയാവോ? ഈ പടം വരയ്ക്കുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തെറ്റ് പറ്റുന്ന എവിടെ? ഇപ്പോൾ പടം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പടം നോക്കിയിട്ടായാലും എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പൊക്കെ വെച്ചൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ. സൈനോ കോസോ ടാനോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചെയ്യാം. സൈനും കോസും ടാനും അറിഞ്ഞിരുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അറിയാതെ ചുമ്മാ പടം വരച്ച് വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. പടം വരച്ചാൽ പടത്തിന് മാർക്ക് കിട്ടും, അതില്ലെന്നല്ല. കണക്ക് ചെയ്യണമെങ്കിൽ കണക്ക് അറിഞ്ഞിരിക്കണം. പക്ഷേ ആ പടം വരച്ചാൽ നമുക്ക് എന്തോ പറ്റും? പടം വരച്ചാൽ നമുക്ക് എങ്ങനെ ആ കണക്ക് ഏതൊക്കെ വഴിയിൽ ആ കണക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയത്തുള്ളൂ. പടം വരയ്ക്കാതെ നമുക്കത് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം നമുക്ക് പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷകളുടെ ഞാൻ ഒരു 2018 തൊട്ട് 2024 വരെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഒറ്റ വർഷം മാത്രം ഏതോ ഭാഗ്യത്തിന് അവർ പടം തന്നിട്ടുണ്ടായിരുന്നു. പടം തന്നിട്ടുള്ളൊരു കണക്കാണ് ചോദിച്ചത്. അല്ലാതെ ബാക്കി എല്ലാ വർഷത്തിലും അടുപ്പിച്ച് എന്തുകൊണ്ട് പടം തരാതെ നമ്മൾ പടം വരച്ചിട്ട് എഴുതേണ്ട ചോദ്യമുണ്ട് അല്ലേ. അപ്പോൾ ട്രിഗണോമെട്രിയിൽ എന്തോ ചെയ്യണം? പടം വരയ്ക്കണം. പടം വരച്ചിട്ട് വേണം നമ്മളതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് പടം വരയ്ക്കാൻ നോക്കാം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിനു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2018 തൊട്ട് 2024 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഈ പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എങ്ങനെ നമുക്ക് പടം വരച്ച് SSLC കണക്ക് പരീക്ഷയ്ക്ക് രക്ഷപ്പെടാമെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ആദ്യം തന്നെ 2024, അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ. From a point on the ground at a distance of 100 meters away from the tower, the top of the tower is seen at an angle of elevation 45 degree. From the top of the tower, a car is seen on the opposite side of the tower at an angle of depression 25 degree. എൻ്റെ ദൈവമേ, ആംഗിൾ ഓഫ് എലിവേഷനും ഉണ്ട്, ഡിപ്രഷനും ഉണ്ട്. ഫുൾ ഡിപ്രഷൻ അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇതിനകത്ത് ഡിപ്രഷനും ഉണ്ട്, ആംഗിൾ ഓഫ് എലിവേഷനും ഉണ്ട്, രണ്ട് ഇതും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ പടം വരുമെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പം നമ്മൾ എന്തോ ഒരു ഗ്രൗണ്ട് ഉണ്ടപ്പോൾ നമുക്ക് എന്തായാലും അറിയാം, തറയൊക്കെ ഇങ്ങനെ നിരപ്പായിട്ടായിരിക്കും കിടക്കുന്നത്. ആ തറ അങ്ങോട്ടൊന്ന് വരച്ച് വെക്കുക. എന്നിട്ട് എന്തോ ചെയ്യണം? ഒരു പോയിന്റ്, ഫ്രം എ പോയിന്റ് എന്ന് പറഞ്ഞേക്കാം. നമുക്ക് ആ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ദാണ്ട് ഇവിടെ ആയിട്ട് അങ്ങ് എടുക്കാം. ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഓക്കെ. ഗ്രൗണ്ടിൽ ഒരു പോയിന്റ്. അവിടെ നിന്ന് എന്തോ ചെയ്തു? ഒരു ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meter അവേ ഫ്രം എ ടവർ. അതായത് ഈ പോയിന്റ് എത്ര മീറ്റർ? ഒരു ടവറും ഉണ്ട് ഈ ഗ്രൗണ്ടിൽ അല്ലേ. ഈ ഗ്രൗണ്ടിൽ ഒരു ടവർ ഉണ്ട്. ആ ടവറിൽ നിന്ന് ഈ പോയിന്റിലോട്ടുള്ള നീളം എത്ര? 100 meter ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പം ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് ഏകദേശം പടം വരയ്ക്കാൻ കിട്ടും, അത് കിട്ടാതിരിക്കത്തില്ല. പക്ഷെ അത് കൃത്യമായിട്ട് വരയ്ക്കണമെന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് അറ്റ് ഡിസ്റ്റൻസ് 100 meter അവേ ഫ്രം ദ ടവർ. അപ്പോൾ നോക്കിക്കേ, 100 meter ടവർ വരച്ചു. ടവറിൻ്റെ അവിടെ നിന്ന് എന്തോ ഉണ്ട്? ടവറിൻ്റെ അവിടെ നിന്ന് 100 meter മാറി ഒരു പോയിന്റും ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് സീൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 45 degree. എലിവേഷമാണ് അല്ലേ. എലിവേഷൻ നോർത്താൽ മതി. അപ്പോൾ എലിവേഷനിൽ എത്ര ഡിഗ്രി പോയിട്ടുണ്ട്? ഈ പോയിന്റിൽ നിന്ന് മേളിലോട്ടാണ് നോക്കിയിരിക്കുന്നത്. അതായത് ചരിഞ്ഞു പോയി. ഈ പോയിന്റിൽ നിന്ന് ഈ ടവറിൻ്റെ മേളിലോട്ട് നോക്കി. ഒരാൾ നോക്കി, ആരാന്നൊന്നും പറയുന്നില്ല, ആരോ നോക്കി, അല്ലെങ്കിൽ എന്തേലും അതായിക്കോട്ടെ. അവിടുത്തെ ആംഗിൾ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ? 45 degree ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 45 degree. ഇനി പിന്നെന്തോ പറഞ്ഞേക്കുന്നത്? ഇനി അടുത്ത സെന്റൻസ് നോക്കിക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ. അപ്പോൾ ആരോ ഉള്ളവർ ഈ ടവറിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി. ഏതോ ഒരു മരം കയറിയ അവൻ ഈ ടവറിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി. എന്നിട്ട് എ കാർ ഈസ് സീൻ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. അതായത് ഈ പോയിന്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കാറ് കണ്ടു. ഓക്കെ. ഇവിടെ ഒരു കാറൊക്കെ വരയ്ക്കാൻ ഞാൻ ഇതൊരു കാറാന്ന് വെച്ചു. കണ്ട കാറ് പോലെ തോന്നത്തില്ലെങ്കിലും അത് കാറാന്ന് വിചാരിച്ചോ. ഓക്കെ. അവിടെ ഒരു കാറ്
കാർ ഏത് ആംഗിളിലാണ് കണ്ടേക്കുന്നത്? ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് കണ്ടേക്കുന്നത്. ഈ ഡിപ്രഷൻ വരുമ്പോൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു തെറ്റലെന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാമോ? ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വരയ്ക്കും. ആ വരയ്ക്ക് കറക്റ്റാണ്. എല്ലാവരും ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? അതുകൊണ്ട് ഇവിടോട്ട് കയറി 25 അങ്ങ് എഴുതി വെക്കും. അപ്പോൾ അതേണ്ടാ കിടക്കുന്നത്, നമ്മുടെ കണക്ക് തെറ്റി. അതല്ല ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഏതാ ആംഗിൾ ഓഫ് ഡിപ്രഷൻ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇവിടാണ്. ഇപ്പോൾ ഒരാൾ നിൽക്കുന്നതെന്ന് വെച്ചോ, ഈ മേളിൽ നിന്നാണല്ലോ നോക്കുന്നത്, മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുക അല്ലേ? അപ്പം ഈ മേളിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഒരു വ്യൂ ഉണ്ടല്ലോ, ആ സ്ട്രെയിറ്റ് വ്യൂ ഉള്ളൊരു ലൈൻ നമ്മൾ ആദ്യമേ വരയ്ക്കണം അല്ലേ? ഈ സ്ട്രെയിറ്റ് വ്യൂ ഉള്ള ലൈൻ വരയ്ക്കുക, അവിടുന്ന് താഴോട്ട് വരയ്ക്കുക. ഈ സ്ട്രെയിറ്റ് വ്യൂവിൻ്റെയും ആംഗിൾ ഓഫ് ഈ എലിവേഷൻ, അതായത് താഴോട്ട് നോക്കുന്ന വിഷൻ്റെയും നടുക്കുള്ള ആംഗിൾ ആയിരിക്കും എത്ര എന്ന് പറയുന്നത്? 25 ഡിഗ്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഇത് 25 ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എത്ര ആയിരിക്കും? ഇതിൻ്റെ അകത്തുള്ള ഉണ്ടെങ്കിലല്ലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്രിഗണോമെട്രി, ടാനോ, കോസോ, സൈനോ ഒക്കെ എടുക്കണമെങ്കിൽ എന്തോ വേണം? അകത്തുള്ള ആംഗിൾ വേണം. പുറത്തുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇത് ടവറാ, ഇത് നമ്മുടെ സ്ട്രെയിറ്റ് വിഷനാ. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? എങ്ങനെ പോലെ? ടവർ എന്തായാലും ചരിഞ്ഞൊന്നും ഇരിക്കത്തില്ലല്ലോ, ടവർ മോഹൻലാലൊന്നും അല്ലല്ലോ. അപ്പോൾ ടവർ ചരിഞ്ഞിരിക്കത്തില്ല. അപ്പോൾ ടവർ എന്തായാലും നേരെ നിൽക്കാം. അപ്പോൾ ടവറിൻ്റെ ഈ താഴത്തെ രണ്ടിടത്തും 90 ഡിഗ്രി ആയിരിക്കും. ഈ ടവറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്ട്രെയിറ്റ് വിഷനും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അതായത് ഇവിടെ മൊത്തം എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? ഈ മൊത്തം 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ 25 ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര ആയിരിക്കും? 90 - 25 ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ 90 - 25 എന്ന് പറയുന്നത് എത്ര? 65 ആയിരിക്കും അകത്ത് വരുന്നത്. മനസ്സിലായോ? ഈ പടം എങ്ങനെയാണ് വരച്ചതെന്ന് മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ഒരു പടം വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഡ്രോ എ റഫ് ഫിഗർ ആണ്ട. ഒരു മാർക്ക് കിട്ടുന്ന ചോദ്യം, വെറുതെ കിട്ടും ഒരു മാർക്ക് അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈറ്റ് ഓഫ് ദി ടവർ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്തോ ചെയ്യണം? ഹൈറ്റ് ഓഫ് ദി ടവറിന് നമ്മൾ അന്തസ്സായിട്ട് H എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ഈ കാറിൻ്റെ ഇവിടുന്ന് ടവറിലോട്ടുള്ള ദൂരം, കാറും ടവറും തമ്മിലുള്ള ദൂരം തന്നിട്ടില്ല, അപ്പോൾ അതിന് നമ്മൾ X എന്നൂടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്തോ ചെയ്യണം? ടാനും കോസും സൈനും ഒക്കെ എടുത്ത് ഈ 2 ട്രയാങ്കിളൂടെ സോൾവ് ചെയ്ത് എടുക്കുക. അപ്പോൾ പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇന്ന് ഞാൻ പറയുന്നത് പടം വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ. സോൾവ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ. അപ്പോൾ പടം വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെയ്യാം? SSLCക്ക് രക്ഷപ്പെടാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പടം വരച്ചത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് 2023 ഒന്ന് നോക്കാം. 2023 ചോദ്യം കണ്ടോ? എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് ദ ടെലിഫോൺ ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 80 ഡിഗ്രി. ഓക്കെ. ഒരു ചൈൽഡ് സീസ് എന്നേ പറഞ്ഞിട്ട് ഒരു കൊച്ചു പയ്യൻ കണ്ടു. ആ കൊച്ചു പയ്യൻ്റെ നീളം അവിടെ പറഞ്ഞിട്ടില്ല, അത് ശ്രദ്ധിച്ചോണം. ഇപ്പം ആരേലും എ പേഴ്സൺ, ഒരു ആള് ഏതോ ഒരു സാധനം മേളിലോട്ട് നോക്കി അല്ലെ താഴോട്ട് നോക്കി, ആ ആളുടെ നീളം അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ആളിനെ എപ്പോഴും ഒരു പോയിൻ്റായിട്ട് എടുക്കാവുള്ളൂ. ഓക്കെ. ആ ആളിനെ ഒരു നീളം ഇങ്ങനെ കണ്ണും മൂക്കൊന്നും വരച്ച് വെക്കല്ലോ അവിടെ. ഓക്കെ. അങ്ങനെ വരച്ച് വെക്കരുത്. എപ്പോഴും എന്തോ ആയിട്ട് എടുക്കണം, ഒരു പോയിന്റ്, ഒരു ബിന്ദുവായിട്ട് ആ ആളെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് ദി ടെലിവിഷൻ ടവർ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 80 ഡിഗ്രി. അപ്പം എന്തോ ഉണ്ട്? ഒരു ടെലിഫോൺ ടവർ ഉണ്ട്. ഇതൊരു ടെലിഫോൺ ടവർ ആയിക്കോട്ടെ, ഇത് ടെലിഫോൺ ടവർ. ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി ചരിഞ്ഞു പോയി. നിങ്ങൾ സ്കെയിലൊക്കെ വരച്ച് നല്ല വൃത്തിയായിട്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പം ഇവിടെ ചൈൽഡ് നിൽക്കുകയാണ്. ചൈൽഡും ടെലിഫോൺ തമ്മിൽ ഇച്ചിരി ദൂരമുണ്ട് അല്ലേ? ഈ ചൈൽഡ് എത്ര ആംഗിളിൽ നോക്കിയെന്നാണ് പറഞ്ഞേക്കുന്നത്? അതിൻ്റെ ടോപ്പിലോട്ട്, ഇപ്പോൾ ടവറിൻ്റെ ടോപ്പിലോട്ട് ആ ചൈൽഡ് എത്ര ഡിഗ്രിയിലാണ് നോക്കിയേക്കുന്നത്? 80 ഡിഗ്രിയിലാണ് നോക്കിയേക്കുന്നത് അല്ലേ? 80 ഡിഗ്രിയിലാണ് പുള്ളിക്കാരൻ നോക്കിയേക്കുന്നത്. ആ കൊച്ചു പയ്യൻ അതിലോട്ട് നോക്കിയത്. ഇനി എന്തോ ചെയ്തേക്കുന്നത്? സ്റ്റെപ്പിംഗ് 20 മീറ്റർ ബാക്ക്, അതായത് പുറകിലോട്ട് 20 മീറ്റർ നടന്നു. ഇപ്പം നിൽക്കുന്ന എവിടെ ആ പയ്യൻ? എന്താണ്ട് ഇവിടാണ് ആ പയ്യൻ നിൽക്കുന്നത്. ഇവിടുന്ന് പുറകിലോട്ടെന്ന് പറയുമ്പോൾ എങ്ങോട്ടാ? വേണ്ട, ഏകദേശം ഇത്രയും ഒന്ന് പുള്ളിക്കാരൻ അങ്ങ് നടന്നു പുറകിലോട്ട്. വേണ്ട, ഇത്രയും പുറകിലോട്ട് നടന്നു. ഇപ്പം പുള്ളിക്കാരൻ എവിടെ വന്നു? ഇപ്പം ആ പയ്യൻ വേണ്ട ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് നിൽക്കുക. ഓക്കെ. അതെന്താ ഇങ്ങനെ മഞ്ഞ് പോകുന്നത്? ഓക്കെ. അപ്പോൾ വേണ്ട കണ്ടോ, ഇവിടെ വന്നു. ഇവിടെ നിന്ന പയ്യൻ ആദ്യം എന്തോ ചെയ്തു? 20 മീറ്റർ പുറകിലോട്ട് മാറി. അപ്പോൾ ഇവിടുന്ന് 20 മീറ്റർ ഇങ്ങോട്ട് മാറുമ്പോൾ ഈ നീളം എത്ര? 20 മീറ്ററാന്ന് കിട്ടി. ഓക്കെ. അപ്പം നമുക്ക് എന്തോ ചെയ്യാം? ഇവിടുന്നും പിന്നെ ആ പയ്യൻ എന്തോ ചെയ്തു? ആ ടവറിൻ്റെ മേളിലോട്ട് നോക്കി. അങ്ങനെ പറഞ്ഞേക്കുന്നത് ഹി സീസ് ഇറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 40 ഡിഗ്രി. അപ്പം 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ പിന്നെ ആ ഇതെന്തോ ചരിഞ്ഞു പോകുന്നത് കണ്ടോ? ഇങ്ങനെ നോക്കി ഇച്ചിരി ചരിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ സ്കെയിൽ വെച്ച് വരച്ചാൽ മതി കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഇപ്പം കിട്ടുന്നത് എത്ര? 40 ഡിഗ്രിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. മനസ്സിലായോ? ആദ്യം നോക്കിയ എലിവേഷൻ എത്രയായിരുന്നു? ആംഗിൾ ഓഫ് എലിവേഷൻ 80 ഡിഗ്രി ആയിരുന്നു. അത് ടെലിഫോൺ ടവറിൻ്റെ മേളിലോട്ട് നോക്കി, അത് ഇവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് പുറകിലോട്ട് 20 മീറ്റർ പോയി, അവിടെ കിട്ടുന്നത് എത്ര? 40 ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത് ഇത്. അപ്പം നമുക്ക് ഈ ട്രയാങ്കിളിൽ ഒരു പേരൊക്കെ കൊടുക്കാം. A B
സി, പിന്നെ ഇവിടെ വേണം ഡിയും കൂടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ് ഉള്ളത്? ട്രയാങ്കിൾ ഡി ബി സി ഉണ്ട്, ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. ഈ 2 ട്രയാങ്കിളുടെയും ആംഗിൾസ് അറിയാമല്ലോ, 40, 80 ഉണ്ട്. രണ്ടിനും എത്ര ഉണ്ട്? ഒരു 90 ഡിഗ്രി ഉണ്ട്. രണ്ടിലും ആംഗിൾ ബി ഇല്ലേ? രണ്ടിലും ആംഗിൾ ബി ഉള്ളതുകൊണ്ട് രണ്ടിലും ഒരു 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ രണ്ടും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഈ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് എന്തോത്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്. അപ്പോൾ നമുക്ക് ഈ എച്ച് കണ്ടുപിടിക്കാം. അന്ത സൈഡ് എന്തോ കണ്ടുപിടിക്കണം? എച്ച് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ഒരു ഇതിന് നമുക്ക് എന്തോ കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കുക, എക്സോ വൈയോ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ അതും ആയല്ലോ. രണ്ടാമത്തെ പടമായല്ലോ. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ്റെ പടം മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് 2021 ഞാൻ പറഞ്ഞില്ലേ ഏതോ ഒരു വർഷം ക്വസ്റ്റ്യൻ്റെ പടം തന്നിട്ടുണ്ടായിരുന്നു. അത് 2022 അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നു. അവർക്ക് ചോദ്യം അതിനകത്ത് തന്നെ പടം തന്നിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ. ഇനി അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ 2021 വന്ന ചോദ്യമാണ്. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് an elevation of 60 ഡിഗ്രി. അതായത് ഒരു നദി റിവറിൻ്റെ തീരത്ത് ഒരാൾ നിൽക്കുക. ഒരു നദീ തീരത്ത് ഒരാൾ ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് ഇവിടെയാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. ഇവിടെ ആ ആളുടെ നീളം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ആൾ എന്തുമായിരിക്കും? ആ ആളൊരു ബിന്ദു ആയിരിക്കും. ഓക്കെ. അവിടുന്ന് ഇപ്പുറത്ത് സൈഡിൽ ഒരു ട്രീ നിൽപ്പുണ്ട് അല്ലേ? ഇപ്പുറത്തെ സൈഡിൽ ഒരു ട്രീ നിൽക്കുന്നതിനെ കാണുമോ? ഇവിടെ ഒരു മരം നിൽക്കുമോ? ഇവിടെ മരം പോലെ വരയ്ക്കണമെന്നൊക്കെ ഉണ്ട്. മരം പോലെ ഒന്നും പരീക്ഷയ്ക്ക് വരയ്ക്കണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചേക്കുന്നത്. ഇതൊരു മരമാണെന്ന് വെച്ചു. ഓക്കെ. മരത്തിൻ്റെ മണ്ടയ്ക്കോട്ട് എത്ര ഡിഗ്രിയിൽ നോക്കി? 60 ഡിഗ്രി. അപ്പോൾ മണ്ടയിലോട്ട് ഇങ്ങനെ ഒരു വര വരച്ചേ. എന്നിട്ട് ഇവിടെ എത്ര വരും? 60 ഡിഗ്രി ഇവിടെ വരും. അത് മനസ്സിലായോ? ഓക്കെ. ഇനി എന്തുവാ? ഈ മുമ്പ് ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പിംഗ് 20 മീറ്റർ ബാക്ക്. അപ്പോൾ എന്താ ചെയ്യണം? പുറകിലോട്ട് ഒരു 20 അങ്ങോട്ട് നടക്കുക. 20 മീറ്റർ പുറകിലോട്ട്. പിന്നെ ആര് നടന്നു? ആ പുള്ളിക്കാരൻ നടന്നു. എന്നിട്ട് എന്തോ പറ്റി? അവിടുന്ന് പിന്നെ മേളിലോട്ട് നോക്കി. അപ്പോൾ അവിടുത്തെ ആംഗിൾ എത്ര? 30. അപ്പോൾ ഇവിടുന്ന് പിന്നെയും ആ ആൾ മേളിലോട്ട് നോക്കി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിൾ എത്ര? 30 ഡിഗ്രിയാണ് അവിടെ കിട്ടുന്നത്. ഇതിൻ്റെ എന്തോ പറയാനാ പറഞ്ഞേക്കുന്നത്? ഡ്രോ എ റഫ് ഫിഗർ, ഒരു മാർക്ക്. ഓക്കെ. പിന്നെ ഇത് നോക്കി, ഇത് മൊത്തം 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ചിലപ്പോൾ 1-1.5 മാർക്ക് കിട്ടും പടം വരയ്ക്കുന്നതിന് കേട്ടോ. ചിലപ്പോൾ 2 കിട്ടിയെന്നിരിക്കും, പറയാൻ പറ്റത്തില്ല. പിന്നെ ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. വിഡ്ത്ത് ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ഏതാ? ദാണ്ട് ഇവിടെ ആയിരുന്നു ആദ്യമേ ആ പുള്ളി നിന്നത്. അതായത് നദീതീരത്ത് ആദ്യം നിന്നെന്നല്ലേ പറഞ്ഞത്? എഡ്ജ് ഓഫ് എ റിവർ എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എഡ്ജ് ഓഫ് എ റിവർ ഇവിടാണ്. ഇവിടുന്ന് അപ്പുറത്തെ എഡ്ജിൽ എന്തോ ഉള്ളത്? ട്രീയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. ഈ എക്സ് എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? റിവറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ. റിവറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്തുവാ? ഈ എക്സ് ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? മുമ്പേ ചെയ്ത പോലെ തന്നെ ഉള്ളൂ. എ ബി സി ഡി 2 ട്രയാങ്കിൾ ആയിട്ട് ആക്കുക. എന്നിട്ട് എന്തുകൊണ്ട്? രണ്ടിനും ഒരു കോമൺ ആയിട്ടൊരു 90 ഡിഗ്രി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങോട്ട് സോൾവ് ചെയ്യുക. 2 ട്രയാങ്കിളുടെ എന്തോ എടുക്കണം? ടാനോ കോസോ സൈനോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലേ? അത് ചെയ്ത് പഠിക്കണം. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ. അപ്പോൾ 2021 ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി 2020 ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ. A boy standing at the edge of a canal sees the top of a tree on the other edge at an elevation of 60 degree. Stepping 20 meter back, he sees it at an elevation of 30 degree. മുമ്പേ ചെയ്തപ്പോൾ ഒരു നദിയായിരുന്നു, കനാലായിരുന്നു. 2021 ചോദിച്ചപ്പം റിവർ ആയിരുന്നു. 2020 ചോദിച്ചപ്പോൾ എന്തുമായി? കനാലായി. ഒരു മാറ്റവും ഇല്ല അതിനകത്ത്. ആകെ മാറ്റം വന്നേക്കുന്നത് 20 മീറ്റർ പുറകിലോട്ട് മാറിയെന്നുള്ളത്. എത്രയായി? 12 മീറ്ററേ പുറകിലോട്ട് പോയുള്ളൂ. ആ പുള്ളി കനാലിൽ നിന്ന് എത്ര പുറകിലോട്ട് പോയി? 12 പോയുള്ളൂ, 20 പോയില്ല. അപ്പം ഈ പടത്തിനകത്ത് എന്തോ വരും? ഈ പടത്തിനകത്ത് ഈ 20 മാറി എന്തോ വരും? 12 വരുമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം 60, 30 എല്ലാം ഒന്ന് തന്നെ. അതാണ്ട് ആദ്യം കണ്ടത് എത്രല്ല? ആദ്യം 60 കണ്ടു, പിന്നെ കാണുന്ന 30. പിന്നെ എന്തോ കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഈ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേറെ മാറ്റമൊന്നുമില്ല. ഈ സെയിം പടം തന്നെ ഇതിനകത്ത് 20 മാറി എന്തോ ആവും? 12 ആവുന്നേ ഉള്ളൂ. ഈ 20 ഇല്ല, 12 ആവുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 2020 ഓക്കെ. ഇനി അടുത്ത നോക്കിക്കേ 2019. അതെന്തുവാ? അതെ, പിന്നെ റിവർ തന്നെ. അയ്യേ, ഇതെന്തുവാ? ഇത് എല്ലാ വർഷവും ഇത് തന്നെയാണോ ചോദിക്കുന്നത് അല്ലേ? എല്ലാ വർഷവും റിവറിൻ്റെ അവിടെ നിൽക്കുന്നു, ഒരാൾ പുറകിലോട്ട് പോകുന്നു. ഇതെല്ലാ വർഷവും ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നത്. 2019 ചോദിച്ചു, 20 ചോദിച്ചു, 21 ചോദിച്ചു, 22 അത് തന്നെയല്ലേ? അതെ, 22 അത് തന്നെ. ആംഗിൾ മാറ്റി ചോദിച്ചേക്കുന്നത് അല്ലേ? എല്ലാം ഒരേപോലത്തെ പടം തന്നെ. ഓക്കെ. അപ്പം നമുക്ക് നോക്കാം. ഇത് എന്ത് തന്നെ? ഇതിൻ്റെ പടം വരച്ച് കാണിക്കണ്ടല്ലോ, ഇപ്പോൾ ചെയ്ത് തന്നെ. അതുകൊണ്ട് ഈ 60 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. ഇവിടെ മാറ്റം എന്തുവാ? ഇവിടെ 12 മീറ്റർ മാറി, 20 മീറ്റർ മാറി. ഇപ്പോൾ എത്ര ഉണ്ട്? 40 മീറ്റർ. അപ്പോൾ 2020 ചോദിച്ചത് 12 മീറ്റർ, 2021 ചോദിച്ചത് എത്രയായിരുന്നു? 20 മീറ്റർ. ഇപ്പോൾ 2019 ചോദിച്ചത് എത്രയായിരുന്നു? 40 മീറ്റർ ആയിരുന്നു. ഒറ്റ ഒരു വ്യത്യാസമേ ഉള്ളൂ.
അപ്പോൾ അതേണ്ട ഇവിടെ നിന്ന് എന്തോ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെയും വിഡ്ത്ത് ഓഫ് ദ റിവർ തന്നെ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ പടത്തിൻ്റെ എക്സ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ട്രീയുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെയും ട്രീ തന്നെ അല്ലേ. ട്രീ ഒന്നും ഈ ട്രീ എന്നുള്ളതൊന്ന് മാറ്റിയോ അല്ല ബിൽഡിംഗ് എന്നെങ്കിലും ഒന്ന് കൊടുക്കായിരുന്നില്ലേ. ഈ ക്വസ്റ്റ്യൻ ഒരു മാറ്റവും ഇല്ല. ആകെ 12 20 മാറ്റി 40 ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഓക്കെ ആണല്ലോ 2012 ക്വസ്റ്റ്യനും. ഇനി അടുത്ത നോക്കിക്കേ. ഇത് ഇച്ചിരി ഒരു ഇതുണ്ടല്ലേ, ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് ഈ കണക്കിനകത്ത്. എ ബോയ് സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പം ഒരു ബിൽഡിംഗ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ബോയിനെ പറഞ്ഞിട്ടുള്ളൂ, ബോയിയുടെ നീളം പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ബോയ് എന്തുമായിരിക്കും, ബിന്ദു ആയിരിക്കും. അപ്പോൾ അതൊരു പോയിന്റ് ആയിരിക്കും. ആ ബോയ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടഭാഗം, അതായത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിയുന്നതിന് മുന്നേ ആ പയ്യൻ പോയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നോക്കി. അപ്പം മണ്ടയ്ക്കോട്ട് നോക്കുന്നത് എങ്ങനെ, ഇതാണ് ബിൽഡിങ്, പണി കഴിയാത്ത ബിൽഡിംഗ് ആണ് ഇത്. പണി കഴിയാത്ത ബിൽഡിങ്ങിൻ്റെ മേളിലോട്ട് നോക്കി. അപ്പോൾ എത്ര ഡിഗ്രിയിലാണ് നോക്കിയേക്കുന്നത്, 30 ഡിഗ്രിയിലാണ് നോക്കിയേക്കുന്നത്. ഓക്കെ. ഇനി ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 12 മീറ്റർ ഹയർ. അതായത് ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ പണി കഴിഞ്ഞപ്പോൾ ഈ ബിൽഡിങ്, ഈ നേരത്തെ ഈ പയ്യൻ നോക്കിയ ബിൽഡിങ്ങിനേക്കാളിലും ഒരു 12 മീറ്റർ കൂടെ ഈ ബിൽഡിങ്ങിന് നീളം കൂടി. അപ്പോൾ ഇത് എന്തോ ചെയ്യണം, ഈ നീളം അങ്ങോട്ട് കൂട്ടുക, 12 മീറ്റർ കൂട്ടിയാൽ പോരെ. അപ്പോൾ ഇവിടുത്തെ ഇത് എത്ര ആയിരിക്കും, ഇത് 12 ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത നോക്കിക്കേ. ആൻഡ് ദ ബോയ് സോ ഇറ്റ് സ്റ്റോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി ഫ്രം ദ സെയിം സ്പോട്ട്. അതായത് പണിയുന്നതിന് മുന്നേ പുള്ളിക്കാരൻ ചെറുക്കൻ പോയൊരു എവിടെയോ നിന്ന് നോക്കിയില്ല, അതേ സ്ഥലത്ത് തന്നെ പോയിട്ടാണ് എന്തോ ചെയ്തത്. പിന്നെ പണി കഴിഞ്ഞപ്പോൾ പോയി അതിൻ്റെ മേളിലോട്ട് പോകും. അപ്പോൾ പണി കഴിഞ്ഞപ്പോൾ മേൽഭാഗം എന്ന് പറയുന്നത് ഇതാ ഇവിടെ പണി കഴിയുന്നതിന് മുമ്പത്തെ മേൽഭാഗമായിരുന്നു. അത് മാറി ഇപ്പോൾ ഏതായി, ഈ മണ്ടഭാഗമാണ് ഇപ്പം മെയിനായിട്ടുള്ള മണ്ടഭാഗം. ഇനി അങ്ങോട്ടാണ് ഈ ആര് പോകുന്നത്, ഈ പയ്യൻ നേരത്തെ നോക്കിയെടുത്ത് തന്നെ പോയി നിന്നു. എന്നിട്ട് അവിടെ നിന്ന് എന്തോ ചെയ്തു, മേളിലോട്ട് നോക്കി അല്ലേ. അപ്പോൾ അവിടുത്തെ ആംഗിൾ എത്ര, 60 ഡിഗ്രി. ഇവിടെയും എല്ലാവരും തെറ്റിക്കും. നേരെ എന്തോ ചെയ്യുമെന്നറിയാവോ, ഈ ഒരു ഭാഗത്തോട്ട് വെക്കും, എന്നിട്ട് ഇവിടെ ഒരു 60 അങ്ങ് ഇട്ട് വെക്കും. ഇവിടെ പൊളുത്തോ, അതിനൊക്കെ മാർക്കൊന്നും തരത്തില്ല, അത് തെറ്റാ. ഈ മൊത്തം, അതായത് ഈ മൊത്തം ആംഗിളാണ് എന്തെന്ന് പറയുന്നത്, 60. എലിവേഷൻ എന്ന് പറയുന്നത് എന്തുവാ, ഈ മൊത്തം ആംഗിളാണ് കേട്ടോ. അതായത് താഴേന്നുള്ള ആംഗിളാണ്, താഴേന്ന് മേള് വരെയുള്ള ആംഗിളിനെയാണ് എത്ര എന്ന് പറയുന്നത്, 60 ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. അത് തെറ്റിപ്പോകരുത്, അതാണ് 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇത്രേ ഉള്ളൂ നമ്മുടെ പടം, കഴിഞ്ഞു. 12 മീറ്റർ ആയി, 30 ആയി. ഇനി എന്തോ കണ്ടുപിടിക്കണ്ടേ. ഡ്രോ എ റഫ് ഫിഗർ, 1 മാർക്ക്, സുഖം. പിന്നെ അടുത്തത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ വേണ്ട ഈ ഒരു എച്ച് കൂടെ കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ, H + 12 കൂട്ടിയാൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കിട്ടും. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദ ബോയ്, ഇതാണ്ട് ഈ ഒരു എക്സ് കണ്ടുപിടിച്ചാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, A B പിന്നെന്തുവാ C. ഇവിടെ വേണമെങ്കിൽ നമുക്ക് D എന്ന് ഇടാം. വേണ്ട ABCD, ABD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ 2 ട്രയാങ്കിൾ എടുക്കാം. ABD എന്ന് പറഞ്ഞ ABC എന്ന ട്രയാങ്കിളും എടുക്കാം, പിന്നെ ABD എന്ന് പറഞ്ഞ ട്രയാങ്കിളും എടുക്കാം. ഇവിടെ B എത്ര ആയിരിക്കും, 90 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഈ 2 പടം വെച്ചിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കുന്നത്. ഇതുവരെ നമ്മൾ ഈ മീറ്റർ, ഈ ആൾക്കാരുടെ നീളമുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലല്ലേ. ഇതുവരെ ഈ 2018 നിന്ന് 2024 വരെ അതൊന്നും ചോദിച്ചില്ല അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൂടെ ചെയ്ത് കാണിക്കാം. ഇനി ഇതാണ്ട് ഇത് വേറെ രീതിയിലെ ക്വസ്റ്റ്യനാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിലല്ല, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. എങ്ങാനും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതുകൂടെ പറഞ്ഞുതരാം, ഇതിൻ്റെ ഒരു പടം എങ്ങനെ വരയ്ക്കുന്നത്. നോക്കിക്കേ. ഫ്രം ദ ടോപ്പ് ഓഫ് എൻ ഇലക്ട്രിക് പോസ്റ്റ്, ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമേ ഒരു പോസ്റ്റ് വരയ്ക്കുക, പോസ്റ്റ് വരച്ചു. അടുത്തത് 2 വയേഴ്സ് ആർ സ്ട്രെച്ച്ഡ് ടു ഐദർ സൈഡ്. നമ്മൾ ഈ കണ്ടിട്ടില്ല, ഒരു കമ്പി കുത്തി വെച്ചിട്ട് 2 സൈഡിലോട്ട് ഇങ്ങനെ, പോസ്റ്റിൻ്റെ ഇടയ്ക്കുന്ന 2 സൈഡിലോട്ട് ഇങ്ങനെ കമ്പി വലിച്ചിട്ടേക്കുന്ന കണ്ടിട്ടില്ല, ഇലക്ട്രിക് കമ്പി. ആ സംഭവമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ മേളിൽ നിന്ന് ഒരു സൈഡിലോട്ട് കമ്പി വലിച്ചേക്കുന്നത്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കമ്പി വലിച്ചേക്കുന്നത്. ഓക്കെ. എന്നിട്ട് എന്തുവാ, ഇത് രണ്ടും കൂടെ അങ്ങ് യോജിപ്പിച്ചു. ഇത് ഗ്രൗണ്ടാണ്, ഇത് താഴത്തെ ഗ്രൗണ്ടാണ് കേട്ടോ. ഇത് ഇലക്ട്രിക് പോസ്റ്റ്. പിന്നെന്തുവാ വേണ്ടത്, ഇതെല്ലാം എന്തുവാ, 25 മീറ്റർ അപ്പാർട്ട്. ഒരു മിനിറ്റ്. ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് 2 വയേഴ്സ് ആർ സ്ട്രെച്ച്ഡ് ടു ഐദർ സൈഡ് ആൻഡ് ഫിക്സ്ഡ് ടു ഗ്രൗണ്ട് 25 മീറ്റർ അപ്പാർട്ട്. അതായത് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 25 മീറ്റർ മാറിയിട്ട് എന്തോ ചെയ്തേക്കുന്നത്, ഇതിനെ കൊണ്ട് കെട്ടി വെച്ചേക്കുന്നത് അല്ല, 25 മീറ്റർ അങ്ങോട്ട് മാറിയാണ് കെട്ടിയേക്കുന്നത്. ദ വയർ മേക്സ് ആംഗിൾ 55 ആൻഡ് 40 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. 2 വയർ ഉണ്ടല്ലോ, അതായത് ഇത് ഒരു വയർ, ഇത് വേറൊരു വയർ അല്ലേ. ഈ 2 വയറൂടെ എത്രയൊക്കെ ഡിഗ്രി വെച്ചാൽ ഉണ്ടാക്കിയേക്കുന്നത്, ഒരെണ്ണത്തിന് 55 ഡിഗ്രി ഉണ്ട്, ഒരെണ്ണത്തിന് എത്ര ഉണ്ട്, ഒരെണ്ണത്തിന് 40 ഡിഗ്രി ഉണ്ട്. അത് ഓക്കെ ആണല്ലോ.
വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്. ഈ എച്ച് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നല്ലേ. എന്ത് എളുപ്പമുള്ള ചോദ്യം. അതാണ്ട് നോക്കിക്കേ, എ ബി സി ഡി 2 ക്വസ്റ്റ്യന് ടാൻ എടുത്താൽ മതി അല്ലേ. അതാണ്ട് ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് കിടക്കുക. ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ഏതേലും ഒരെണ്ണം എടുക്കുക. ഏതേലും ഒരെണ്ണം എടുത്താൽ മതി, കാരണം ഇവിടെ 2 25 ഏതേലും ഒരെണ്ണം എടുക്കുക. ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ടാൻ 55 കണ്ടുപിടിച്ചാൽ മതി. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ചോദ്യം കഴിഞ്ഞു. ഇതാണ് പടം. ഈ പടം വരച്ചത് മനസ്സിലായല്ലോ. ഇനി ഒരെണ്ണം കൂടെ നോക്കാം. അതേ കണ്ട കിടക്കുന്നതാ, ആകെ വന്നടാ. 1.5 മീറ്റർ ടോൾ ബോയ്. ഇപ്പൊ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ആ ചെറുക്കന് 1.5 മീറ്റർ ഉണ്ട്. അപ്പൊ നീ ആദ്യമേ എന്തോ വരയ്ക്കണം പരീക്ഷ പേപ്പറിൽ? ആദ്യം ആ പയ്യനെ ഒന്ന് വരയ്ക്കുക, എന്നിട്ട് അവൻ അവിടെ 1.5 നിങ്ങൾ മാർക്ക് ചെയ്തിടുക, വേറെ ഒന്നും ചെയ്യരുത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നോക്കുക. സോ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 30 ഡിഗ്രി. ഇവിടെയും അണ്ടർ കൺസ്ട്രക്ഷനാ, തീർന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഏതാ? ഇതാണ് ബിൽഡിങ്, പണി തീർന്നിട്ടില്ല. അപ്പൊ ഈ പയ്യൻ ഇവിടുന്നല്ലേ, ഈ പയ്യൻ എന്ന് പറഞ്ഞ് ഇതാണ് പയ്യൻ. അപ്പൊ പയ്യൻ ഇങ്ങനെ നിൽക്കുക ഇവിടെ അല്ലേ. ഈ പയ്യൻ നോക്കുന്ന എവിടുന്ന? എന്തായാലും കാലിലല്ലല്ലോ കണ്ണിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ എന്തുവാ? കാലിൽ അവന്റെ കണ്ണെന്ന് ഇരിക്കുന്ന പോലെ ആയി പോകും അല്ലേ. അവന്റെ കണ്ണ് അവിടെ ഇരിക്കുന്നത്, മുഖത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ വേണ്ട, ഇവിടുന്ന് വേണം വരയ്ക്കാൻ, ഇവിടുന്ന് വേണം അങ്ങോട്ട് വരയ്ക്കാൻ. അപ്പൊ ഞാൻ ആ കണ്ണും മൂക്കും എല്ലാം കളയുക. അപ്പൊ ഇവിടാണ് അവന്റെ കണ്ണിരിക്കുന്നത് അല്ലേ. ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെ പോയേക്കുക, മനസ്സിലായോ? ഈ കണ്ണിൽ നിന്ന് പോയേക്കുക. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷൻ ഏതാ? ചിലർ വേണം ഇങ്ങനെ അങ്ങ് വരച്ചു നോക്കുമല്ലോ, ഇത് ആംഗിൾ ഓഫ് എലിവേഷൻ. എൻ്റെ ദൈവമേ, അതൊക്കെ ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ? ആംഗിൾ ഓഫ് ഡിപ്രഷന്റെ കാര്യം മുമ്പേ പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് വ്യൂ വേണമെന്ന്. അതേപോലെ ഇവിടെ എന്തുകൊണ്ട് സ്ട്രെയിറ്റ് വ്യൂ ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഇവിടെ സ്ട്രെയിറ്റ് വ്യൂ ഉണ്ട്. ഈ സ്ട്രെയിറ്റ് വ്യൂടെ അവിടെ കഴിയുമ്പോഴത്തേക്ക് എത്ര അവിടുത്തെ ആംഗിൾ വരുന്നത്? 30 ഡിഗ്രിയാണ് അവിടെ ആംഗിൾ വരുന്നത്. അത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഒരു ബിൽഡിംഗ് കണ്ടു. പിന്നെ ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 10 മീറ്റർ ഹയർ. അപ്പൊ പിന്നെന്തോ പറ്റി? മുമ്പേ ചെയ്തില്ല, 12 കൂടിയ പോലെ ഇവിടെ എത്ര കൂടി? 10 മീറ്റർ കൂടി. ആൻഡ് ദ ബോയ് സോ ഇറ്റ് സ്റ്റോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. പിന്നെന്തോ പറ്റിയേക്കുന്നത്? പിന്നെ അവൻ ഇവിടുന്ന് കണ്ടേക്കുന്നത് എത്രല്ല? മുമ്പേ കണ്ട പോലെ തന്നെ അതേ സ്ഥലത്ത് തന്നെ വന്ന് അവന്റെ നീളമൊന്നും കൂടിയില്ല. പിന്നെ ഇവിടെ എന്തോ പറ്റും? ഇവിടെയും എത്ര വരും? 60. മുമ്പേ തെറ്റിച്ച പോലെ 60 ഇങ്ങനെ വരച്ച് വെക്കരുത്, അത് തെറ്റാണ്. 60 മൊത്തത്തിലാണ് വരുന്നത്. ഓക്കെ, ഫ്രം ദ സെയിം സ്പോട്ട് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഓക്കെ, ഈ ഒരു എച്ച് കണ്ടുപിടിക്കണം. അപ്പൊ എല്ലാവർക്കും ഒരു തെറ്റ് പറ്റുന്ന ഒരു തെറ്റാണ്. ഈ ഒരു എച്ച് കണ്ടുപിടിക്കും, ഈ ഒരു 10 കൂടെ വെച്ച് കൂട്ടി വെക്കും. പക്ഷെ അത് തെറ്റാണ്. അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം? ഈ ചെറുക്കൻ്റെ ഒരു നീളം കൂടെ കൂട്ടണം. കാരണം ചെറുക്കൻ്റെ കാലിവിടെ അല്ലേ, ചെറുക്കൻ്റെ കാലിവിടെ. അതേപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ താറവശം എവിടാ? ഫൗണ്ടേഷൻ ഇവിടെ അല്ലേ. അപ്പൊ ഇവിടുന്നല്ലേ മേളിലോട്ട് ബിൽഡിംഗ് വരുന്നത്. അപ്പൊ എന്തൊക്കെ കൂട്ടണം? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 10 മീറ്റർ കൂട്ടണം, നമ്മൾ കണ്ടുപിടിക്കുന്ന ഹൈറ്റ് കൂട്ടണം, പിന്നെന്താ കൂട്ടണം? ചെറുക്കൻ്റെ നീളം കൂടെ കൂട്ടണം. അപ്പൊ ഇത്രയും കൂട്ടിയാലേ എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം ഇതിനകത്ത് തന്നിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതോടെ നമുക്ക് ട്രിഗണോമെട്രിയുടെ പടം വരയ്ക്കുന്നതിന്റെ പേടിയൊക്കെ മാറിക്കാണുമല്ലോ. ഇത് ഇത്രേ ഉള്ളൂ, എളുപ്പം. ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യം എല്ലാവരും കൊണ്ട് തെറ്റിച്ച് വെക്കുന്നത്. ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാലും ഡിപ്രഷൻ എന്ന് പറഞ്ഞാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് വ്യൂവിന്റെ ഇടയ്ക്കായിരിക്കും അതിരിക്കുന്നത്. അത് ആരും തെറ്റിക്കല്ല. ഏറ്റവും മെയിനായിട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആരും തെറ്റിച്ച് വെക്കരുത്. ആംഗിൾ ഓഫ് എലിവേഷൻ പിന്നെയും തെറ്റിക്കാൻ ചാൻസ് കുറവാണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആരും തെറ്റിക്കാതെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.